ഗൈസ് അസ്സലാമു അലൈക്കും. ഇത് പുലർച്ചെ 5:30 മണി സമയമാണ് കേട്ടോ. ഞങ്ങൾ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചു. ചെറുതായിട്ട് രാവിലെ ഒന്ന് എണീറ്റ് ഒരു അരമണിക്കൂർ നടന്നാൽ എങ്ങനെ ഇരിക്കും? എന്തായാലും വീഡിയോ ഇടാൻ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ചേട്ടൻ്റെ കമൻറ്റ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇതിനെക്കുറിച്ച് അങ്ങ് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, എൻ്റെ ഹസ്ബൻഡുമായിട്ട് 4 വർഷം ഞാനിവിടെ താമസിച്ച് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും ഇടയ്ക്ക് മിസ് ചെയ്യുന്ന സമയത്ത് വളരെ മോശം അവസ്ഥയിലേക്ക് പോകാറുണ്ടെന്നും ചിലപ്പോൾ അതൊരു ഡിപ്രഷൻ ഫീൽ പോലെ എനിക്ക് തോന്നാറുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, കുറച്ച് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ച് റിലീഫ് തോന്നാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 4 വർഷം ഒരുമിച്ചിരുന്ന് പെട്ടെന്ന് ആൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുള്ള ഒരു ലോൺലിനെസ് ഉണ്ടല്ലോ, അതും കൂടെ മറികടക്കാൻ വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കൂടാതെ എൻ്റെ ചാനലിൻ്റെ പേര് ദ റോ മീ എന്നാണ്. അതായത് എൻ്റെ വിഷമങ്ങളും എൻ്റെ സന്തോഷങ്ങളും ഞാൻ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് ഇതിൽ കാണുന്നതായിരിക്കും. അതിലെല്ലാം ഉണ്ടായിരിക്കും. നമ്മൾ സന്തോഷം മാത്രം അല്ലല്ലോ നമ്മുടെ ലൈഫിലുണ്ടാവുക, ദുഃഖങ്ങളും ഉണ്ടാവും. പക്ഷേ ദുഃഖങ്ങൾ മാത്രമാണോ ഇതിൽ കാണിക്കുക? അല്ല, നമ്മുടെ സന്തോഷമുള്ള നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സും ഇതിൽ കാണിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിൽ വെക്കുന്നതിൽ നല്ലത് പുറത്ത് പറയുന്നതല്ലേ. ഇപ്പം നമ്മൾ 40 പേരാണെങ്കിലും അതൊരു ഫാമിലിയാണ്. അപ്പം അതിൽ പറയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. പിന്നെ കൂടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടും കൂടെ പറയുമ്പം. അപ്പോൾ അതുകൊണ്ടാണത് ഷെയർ ചെയ്തത് കേട്ടോ. അതിൽ പുള്ളി പറയുന്ന വേറൊരു കാര്യം കൂടി എനിക്ക് അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നിയിട്ടോ. കാരണം നമുക്ക് എപ്പോഴും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് തീർക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ.